ഇറാൻ യുദ്ധം എങ്ങുമെത്താതെ തുടരുന്നതിനിടെ അമേരിക്ക അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്തംഭനം അനിശ്ചിതമാക്കി തുടരുകയും സമാധാന ചർച്ച ഫലം കാണാതിരിക്കുകയും ചെയ്താൽ അന്തിമ യുദ്ധമല്ലാതെ മാർഗമില്ലെന്നാണ് US നിലപാട്. ഇതിനായി ട്രംപ് ഭരണകൂടം 4 സാധ്യതകൾ പരിശോധിച്ച് വരികയാണെന്ന് പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. കരയുദ്ധം, വൻതോതിലുള്ള വ്യോമാക്രമണം എന്നിവയാണ് അമേരിക്ക പരിഗണിക്കുന്നത്. ഇവ ഒന്നിച്ചോ വെവ്വേറെയോ നടത്താനാണ് ആലോചന. ഭാവി ചർച്ചകളിൽ ഇറാനുമേൽ സമ്മർദ്ദം കൂട്ടുക, യുദ്ധം ഏകപക്ഷീയമായി അവസാനിപ്പിക്കാൻ ട്രംപിന് അവസരം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അമേരിക്ക അന്തിമ യുദ്ധത്തിന് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്തിമ യുദ്ധത്തിനായി 4 പ്രധാന മാർഗങ്ങളാണ് അമേരിക്ക പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയോ ഉപരോധിക്കുകയോ ചെയ്യുക. ഇതുവഴി ഇറാന്റെ സാമ്പത്തിക സ്രോതസ് അടയ്ക്കാനാവും എന്നാണ് US കണക്കുകൂട്ടൽ. ഹോർമൂസ് കടലിടുക്കിലാണ് ലാറക് ദ്വീപ്. ഇവിടെയാണ് ഇറാന്റെ റഡാറുകളും സൈനിക താവളങ്ങളും. കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനും സിവിലിയൻ കപ്പലുകളെ ആക്രമിക്കാൻ ചെറിയ ബോട്ടുകൾ വിന്യസിക്കാനും ഈ ദ്വീപാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കാൻ ഈ ആക്രമണം വഴി സാധിക്കുമെന്നാണ് അമേരിക്കൻ കണക്കുകൂട്ടൽ. ഈ ദ്വീപ് ഉപയോഗിച്ചാണ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്നത്. അബു മൂസയും അടുത്തുള്ള ഗ്രേറ്റർ ലെസർ ട്യൂബ് ദ്വീപുകൾ ഇറാന്റെ കൈവശമാണെങ്കിലും UAE ഈ ദ്വീപുകൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. യുദ്ധം നടക്കുമ്പോഴും ഇറാൻ കപ്പലുകൾ എണ്ണയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്നുണ്ട്. ഈ കപ്പലുകൾ തടയുകയോ അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്താൽ ഇറാനെ സാമ്പത്തികമായി പൂട്ടാമെന്നതാണ് US കണക്കുകൂട്ടൽ. ഇതോടൊപ്പം മറ്റൊരു പദ്ധതി കൂടി അമേരിക്കൻ ചർച്ചകളിലുണ്ട്. ഇറാന്റെ പക്കലുള്ള 450 കിലോ സമ്പുഷ്ട യുറേനിയം പിടിച്ചെടുക്കുക. US ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ട ആണവ നിലയങ്ങൾക്ക് താഴെയാണ് ഈ യുറേനിയം എന്നാണ് കരുതുന്നത്. ഇവിടെ വ്യോമാക്രമണം ശക്തമാക്കുക, കരസൈന്യത്തെ ഇറക്കുക എന്നീ മാർഗങ്ങളാണ് നിലവിൽ പരിഗണിക്കുന്നത് എന്ന് ആക്സിയോസ് റിപ്പോർട്ടിൽ പറയുന്നു. എങ്കിലും സാധ്യതകളിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഈ മാർഗങ്ങളിൽ ഏത് എങ്ങനെ വേണമെന്ന അന്തിമ തീരുമാനം പ്രസിഡന്റാണ് എടുക്കേണ്ടത്. ട്രംപ് ഇക്കാര്യങ്ങളിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതേസമയം അമേരിക്ക കരയുദ്ധത്തിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ 10 ലക്ഷത്തിലേറെ സൈനികരെ യുദ്ധസജ്ജമാക്കിയതായി ഇറാൻ. അമേരിക്കയ്ക്ക് ഒരിക്കലും മറക്കാത്ത നാശം വിതയ്ക്കാൻ തങ്ങൾ ഒരുങ്ങിയതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട ഇറാന്റെ സൈനിക തന്ത്രം ലോകത്തെ എണ്ണ പ്രതിസന്ധി ഉയർത്തുകയും സാമ്പത്തിക രംഗത്ത് ഭീഷണി ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ നീക്കം. 2 സാധ്യതകളാണ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നത്. ഒന്ന്, സമാധാന ചർച്ചകൾ നടത്തി ഇറാനുമായി ഒത്തുതീർപ്പിലെത്തുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക. 2, കരയുദ്ധത്തിലൂടെ ഹോർമൂസ് പിടിച്ചടക്കുകയും ഇറാന് നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്യുക. ചർച്ചകൾക്കായി പാകിസ്ഥാനെ മധ്യസ്ഥരാക്കി അമേരിക്ക ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി 15 നിർദ്ദേശങ്ങൾ തയ്യാറാക്കി അമേരിക്ക ഇറാന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും സ്വീകാര്യമല്ലെന്ന് വ്യക്തമാക്കി ഇറാൻ അവരുടേതായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈജിപ്ത്, ടർക്കി എന്നീ രാജ്യങ്ങൾ വഴിയും ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. ചർച്ചകൾക്കുള്ള വഴി ഒരുക്കുകയാണെന്ന സൂചന നൽകിയാണ് ട്രംപ് 10 ദിവസം ഇന്ധന മേഖലയിൽ ആക്രമണം നിർത്തിയത്. എന്നാൽ കരയുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് സമയമെടുക്കാനാണ് അമേരിക്ക താൽക്കാലികമായി ആക്രമണം നിർത്തിയത് എന്നാണ് ഇറാന്റെ പക്ഷം. അതേസമയം ചർച്ചകളെക്കുറിച്ച് ട്രംപ് പരസ്യമായി സംസാരിക്കുമ്പോഴും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ അമേരിക്കൻ സൈനികർ വന്നുകൊണ്ടിരിക്കുകയാണ്. കരയുദ്ധത്തിന് ഉപയോഗിക്കാവുന്ന 7000 സൈനികരെയാണ് അമേരിക്ക ഇവിടെ വിന്യസിപ്പിക്കുന്നത്. നിലവിൽ മേഖലയിലെ വിവിധ താവളങ്ങളിലായി 1,00,000 US സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലുകളും പോർ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും സർവ്വസജ്ജമായി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.